വാർഡ് അറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന പരിപാടിയിലേക്ക് ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 7ാം വാർഡ് പുതച്ചുവയിൽ നിന്ന് മത്സരിക്കുന്ന ബാബു തോമസ് ചേട്ടനാണ്. നമുക്ക് എല്ലാവർക്കും ചിരപരിചിതനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ബാബു ചേട്ടൻ. ഇവിടുത്തെ ജനകീയമായ ഒരുപാട് പ്രശ്നങ്ങളിൽ സജീവമായ പങ്കാളിത്തം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമാണ് ഇദ്ദേഹത്തിന്റെ. വളരെ സ്നേഹത്തോടുകൂടെ സന്തോഷപൂർവ്വം മറയൂർ ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി ബാബു തോമസ് ചേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എന്തായാലും ഇത്തവണയും ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചു. അതെ, തീർച്ചയായിട്ടും മത്സരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കാരണം നമ്മുടെ ഒരു പ്രാദേശിക ഗവൺമെന്റ് സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളത് ഒരു പൗരന്റെ കടമയാണ്. അതാണ് നിർവഹിക്കുന്നത്. അപ്പോ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള കക്ഷിയുടെ ഭാഗമാകാനായിരിക്കും എപ്പോഴും എല്ലാവരും ഒരു വർക്ക് ചെയ്യണം എന്ന്. വാർഡ് മെമ്പർ ആവണമെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെക്കുക. പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ബാബു ചേട്ടൻ എല്ലാ തവണ ഇലക്ഷന് നിൽക്കുമ്പോഴും ഓപ്പോസിറ്റ് പാർട്ടിയുടെ കൂടെയാണ് ഇലക്ഷന് മത്സരിച്ചതായിട്ട് കണ്ടിട്ടുള്ളത്. എന്താണ് ഈ രാഷ്ട്രീയത്തില് ഇത്തരം ഒരു നിലപാട് എടുക്കുന്നതിനുള്ള കാരണം? രണ്ടാമതായിട്ട് എനിക്കറിയേണ്ടത്, മറയൂരിനെ സംബന്ധിച്ച് വളരെ തുച്ഛമായ വോട്ടുകളാണ് NDAക്ക് അല്ലെങ്കിൽ BJPക്ക് കിട്ടാറുള്ളത്. ചില സമയത്ത് കെട്ടിവച്ച പൈസ പോലും കിട്ടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നമുക്ക് ഇന്ത്യയിൽ മൊത്തം എടുത്ത് നോക്കുമ്പോൾ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ പോലും മറയൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കാനുള്ള കാരണം എന്താ? നമ്മള് ശരിക്കും പ്രാദേശികമായ ഒരു ഭരണകൂടം സൃഷ്ടിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം ഇല്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജനാധിപത്യം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. NDA എന്ന് പറയുന്നത് അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഒറ്റ കക്ഷിയാണ്. ഇത്രയും മെമ്പർഷിപ്പ് ഉള്ള ഒരു കക്ഷി ലോകത്തിൽ വേറെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ മറയൂരിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി വളരെ ശോഷിച്ച അവസ്ഥയിലാണ്. കാരണം അതിൽ നല്ല പ്രവർത്തകരില്ല, നല്ല നേതൃത്വമില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, 1995 എൻ്റെ അച്ഛൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരുന്ന കാലത്ത്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞു, ഈ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനം തെറ്റാണ്, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലല്ല പഞ്ചായത്ത് സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെ ചെയ്യില്ല മെമ്പർമാരെ അല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിൽ വിയോജിപ്പുണ്ടായി. ആ വിയോജിപ്പിലാണ് ഞാൻ കേരള കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തെ കൊണ്ടുവരികയും 3 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തൊരു സന്ദർഭം ഉണ്ടായത്. അതിനുശേഷം ഞാൻ ഒരു തവണ കൂടി മത്സരിച്ചിട്ടുള്ളൂ. ആകെ 2 തവണയാണ് പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുള്ളത്. വയസ്സ് 55ആയി. പക്ഷേങ്കിൽ ഇവിടെ ജനിച്ചു വളർന്ന സാധാരണക്കാരന് ഇന്നിവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ പഞ്ചായത്ത് സംവിധാനം നമ്മളെ എത്തിച്ചു എന്ന യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ പാടില്ല. കാരണം ഇവിടുത്തെ പാവപ്പെട്ട ആദിവാസികൾക്ക് തൊഴിൽ ഒരാൾക്ക് പോലും ഒരു ഫീൽഡിലും, അതായത് ഒരു ബാങ്കിലായിക്കോട്ടെ, ഒരു കോപ്പറേറ്റീവ് സെക്ടറിലായിക്കോട്ടെ, ഒരു കാർഷിക മേഖലയിലായിക്കോട്ടെ, ഒരാൾക്ക് പോലും, ഒരു ആദിവാസിക്ക് പോലും, വിദ്യാഭ്യാസമുള്ള ആദിവാസിക്ക് ഇവിടുത്തെ ആളുകൾ ജോലി നൽകിയില്ല എന്ന പരമ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആദിവാസി സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തുക, ഇവിടുത്തെ സാധാരണ കർഷകന് വേണ്ടി ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് അത്യാവശ്യം നല്ലൊരു കൃഷിയുള്ളൊരു കൃഷിക്കാരനാണ് ഞാൻ. അപ്പോൾ ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ടൂറിസം അനിവാര്യമാണ്. എന്നാൽ ടൂറിസത്തിൽ ഇന്നിവിടെ 100 കണക്കിന് 1000 പെൺകുട്ടികൾ വന്ന്, കോളേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഒരു മൂത്രപ്പരയ്ക്ക് വേണ്ടി അലഞ്ഞു നടക്കേണ്ട ഒരു ഗതികെട്ട പഞ്ചായത്ത് ഭരണ സംവിധാനമാണ്. ഇതിനെതിരെയാണ് നമ്മൾ ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്നത്. ഇതിനൊരു മാറ്റം കൊണ്ടുവരണം. ജനങ്ങളുടെ, ടൂറിസ്റ്റുകളുടെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള കംഫർട്ട് സ്റ്റേഷനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ബാബു ചേട്ടൻ സംസാരിച്ചത്. നിലവിലിരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. അവരെ സംബന്ധിച്ച് ഇതിന് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ മുന്നിൽ കിടക്കുന്ന ഏറ്റവും വലിയ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരുന്ന കാര്യം. ഇനി ബാബു ചേട്ടനെ ഞങ്ങൾ ഒരു വാർഡ് മെമ്പറായിട്ട് ഇവിടെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പുതച്ചുവയലിൽ മത്സരിക്കുന്ന ആളെ നമ്മൾ അന്ന് തെരഞ്ഞെടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് ബാബു ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റും?
തീർച്ചയായിട്ടും ഞാൻ ഈ 7ാം വാർഡിന്റെ ഒരു മെമ്പർ ആവുകയാണെങ്കിൽ ഞാൻ ഈ വാർഡിന്റെ മാത്രം മെമ്പർ ആയിരിക്കുകയില്ല, ഈ 14 വാർഡിന്റെയും, അതായത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലെ ഒരു മെമ്പർ ആയിരിക്കും. അപ്പൊ എനിക്ക് 14 വാർഡിലും എത്തിപ്പെടുവാനും ജനങ്ങളുമായിട്ട് സംവദിക്കുവാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ചെയ്യുവാനുമുള്ള കഴിവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഓൺ ഫണ്ട് വരാറില്ലേ? ഇപ്പൊ ഈ ഓൺ ഫണ്ട് എന്താണ് കാണിക്കുക? ഓൺ ഫണ്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൺ ഫണ്ട് വരണമെങ്കിൽ ഇവിടുത്തെ ടൂറിസം സെക്ടറിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എല്ലാവരെയും കൊണ്ട് ലൈസൻസ് എടുപ്പിക്കണം. ഇവിടെ ആകെ 60 ലൈസൻസോളം ഈ പഞ്ചായത്ത് നൽകിയിട്ടുള്ളൂ. അത് തന്നെ ഭയങ്കര തെറ്റായ ഒരു പരിപാടിയാണ്. 60 ലൈസൻസ് എന്തിനു നൽകിയിട്ടുള്ളത്? ഹോം സ്റ്റേ ലൈസൻസുകൾ, ലോഡ്ജിന്റെ അത്രയും മാത്രമേ ഉള്ളൂ. 60-70 ലൈസൻസിൽ കൂടുതൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ 100 കണക്കിന് കോട്ടേജുകൾ പ്രവർത്തിക്കുന്നു. ഇല്ലീഗലായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിന്റെ കാശ് മേടിക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്തിലേക്ക് ഓൺ ഫണ്ട് വരുന്നില്ല. ഓൺ ഫണ്ട് ഉണ്ടെങ്കിൽ ഓൺ ഫണ്ട് എടുത്ത് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൃഗാശുപത്രിയുടെ സ്ഥലം ചോദിച്ച് മേടിച്ച് ഒരു ടോയ്ലറ്റ് അവിടെ പണിയാം, പമ്പിന്റെ അവിടെ പണിയാം. അപ്പൊ അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുള്ളപ്പോൾ നമ്മുടെ ടൗണിലെ തന്നെ കമ്പൻസേഷൻ തെറ്റാണ്. അവിടെ ഒരു ഡസ്റ്റ്ബിൻ പോലും വെക്കാൻ സാധിച്ചിട്ടില്ല. ബസ്സിൽ വരുന്ന ഒരു വ്യക്തിക്ക് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആ ഛർദ്ദി കൊണ്ടുപോയി ഇടാൻ സ്ഥലമില്ല മറയൂർ ടൗണിൽ. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇതൊക്കെ വാർത്തയാകേണ്ട കേസുകെട്ടുകളാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവർക്ക് എങ്ങോട്ട് പോകണം, എന്താണ് മറയൂർ എന്ന് കാണിക്കാൻ ഒരു സിഗ്നൽ, ഒരു ബോർഡ് പോലും ഇല്ല. ടൂറിസം ഒരു ബോർഡ് പോലും വെക്കാത്ത ഒരു പഞ്ചായത്താണിത്. അത്രയും തെറ്റായ നയങ്ങളിലേക്ക് പോയി റിയൽ എസ്റ്റേറ്റിനെ മാത്രം സഹായിക്കുന്ന പഞ്ചായത്താണ്. ഇവിടുത്തെ ടൂറിസം ഏറ്റവും കൂടുതൽ വളർന്നു വരണമെങ്കിൽ കാർഷിക മേഖല ഉയർന്നു വരണം. കാർഷിക മേഖലയിൽ ഫ്രൂട്ട്സ്, പച്ചക്കറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണം. മറയൂരിൽ എല്ലാം ഉണ്ടാകും. എന്റെ പറമ്പിൽ ഞാനിതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാ, കാണിച്ചു തരാം. ഈ അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുതലായിട്ട് മറയൂർ പഞ്ചായത്ത് എന്താ ചെയ്യാൻ പറ്റും? മറയൂർ പഞ്ചായത്ത് കൃഷിഭവനുമായിട്ട് ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ട തൊഴിലാളികളെ കൊടുക്കണം. അതായത് തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസം പണി ഉണ്ടാക്കി കൊടുക്കണം. അത് എഞ്ചിനീയറും ഓവർസിയറും കറക്റ്റായിട്ട് കണക്കെഴുതാൻ പറ്റാത്തത് കൊണ്ടാണ് 55 ദിവസം 60 ദിവസം മാത്രം ഈ പാവപ്പെട്ട തൊഴിലാളി കൊടുക്കണം. അത് 100 ദിവസം കൊടുക്കണം. 200 ദിവസം കൊടുക്കുമെന്നാണ് പഞ്ചായത്ത് അവകാശപ്പെടുന്നത്. ഇല്ല, തെളിയിക്കാൻ പറ, നമ്മൾ തെളിയിച്ചു കൊടുക്കാം. 65 ദിവസത്തിന് മുകളിൽ തൊഴിൽ കൊടുക്കാത്ത ഒരു പഞ്ചായത്തായത്. അത് 100 ദിവസം കൊടുക്കണം. അതിനുള്ള ഇത് തയ്യാറാക്കേണ്ട എഞ്ചിനീയർമാരും ഓവർസിയർമാരും കൂടെ ചുമ്മാ ഇരിക്കുമോ, പണിയെടുക്കുന്നില്ല. അപ്പൊ അതിന് മാറ്റം വരണം. പഞ്ചായത്തിൽ കംഫർട്ട് സ്റ്റേഷൻ, അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് എവിടെ, ഇത് മൃഗാശുപത്രിയുടെ സ്ഥലം എടുക്കാം എന്നുള്ളത് പറയാം എന്നുള്ളതല്ലാതെ പ്രാക്ടിക്കലി നടക്കും? വെട്ടുകിട്ടും. നമ്മൾ അപേക്ഷ കൊടുക്കണം. നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം വെട്ടുകിട്ടാം. മൃഗാശുപത്രി എങ്ങോട്ട് പോകേണ്ടി വരും? മൃഗാശുപത്രി ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അത്രയധികം സ്ഥലം ആവശ്യമില്ല. മൃഗാശുപത്രിക്ക് ഏക്കർ കണക്കിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അത്ര ആവശ്യമില്ലല്ലോ. മൃഗാശുപത്രി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതുള്ളൂ. അവിടെ ഭയങ്കര കൺസ്ട്രക്ഷൻ വർക്കോ കാര്യങ്ങളോ ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള സ്ഥലമുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിനും അളവിൽ കൂടുതൽ സ്ഥലമുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു 10-20 സെന്റ് എടുത്താൽ മതി, കൂടുതൽ വേണ്ട. നമ്മളുടെ ഹോസ്പിറ്റൽ CHSക്ക് ഒഴിഞ്ഞ പറമ്പ് ഒരു ഏക്കർ കിടക്കുന്നുണ്ട്. 1 ഏക്കറിന്റെ അടുത്ത് സ്ഥലം അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും വികസനങ്ങളായിട്ട് നമുക്ക് ജോയിന്റ് വെഞ്ചർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റൂലോ? പഞ്ചായത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളും ഇരിപ്പിടങ്ങളും ഒരു സന്ധ്യാസമയങ്ങളിൽ ആളുകൾക്ക് പോയി വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഇതൊക്കെ അവിടെ ഒരുക്കിയെടുക്കാം. അപ്പൊ അവിടെ കിടന്ന് കാട് കയറുക, ആ ഹോസ്പിറ്റലിന്റെ സ്ഥലങ്ങളെല്ലാം ധാരാളം ബാക്കിയുള്ള ആളുകൾ കയ്യേറി കൃത്യമായിട്ട് അളന്നു തിരിക്കുവാൻ ഈ ഭരണസമിതിക്കോ ഈ പഞ്ചായത്ത് കമ്മിറ്റികൾക്കോ പറ്റിയിട്ടില്ല. അതിനുള്ള നല്ല നേതൃത്വം പഞ്ചായത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതാണ് അതിന്റെ കുഴപ്പം. അതുപോലെ ഇത്ര വർഷം 10-15 വർഷക്കാലമായിട്ട് ഈ മറയൂർ പഞ്ചായത്ത് കാന്തല്ലൂർ മേഖലയിൽ ഈ ആദിവാസി മേഖലയെ കിടത്തി ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞു യാതൊരു സൗകര്യമില്ല. അതിനുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരണം. പുതിയ വേറെ ഡോക്ടർമാരെ അവിടെ നിയമിക്കണം. അത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കേസാണ്. അപ്പൊ ഈ പഞ്ചായത്തുകാർ ഇത് ആവശ്യപ്പെടാത്തത് കൊണ്ടാണോ? തീർച്ചയായിട്ടും പഞ്ചായത്തിന് ഉത്സാഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരുവാൻ സാധിക്കും. 13 ഗ്രാമസഭ 13 ഗ്രാമസഭകളിൽ ഇത് ചർച്ച വിഷയമാകണം. അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയമാകണം. അത് ചർച്ച ചെയ്യണം. പഞ്ചായത്ത് മിനിറ്റ്സിൽ അത് ഉൾപ്പെടുത്തണം. അത് തീരുമാനമാക്കി കൊടുക്കണം. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റത്തില്ല? ഈ കഴിഞ്ഞ 5 വർഷത്തെ പഞ്ചായത്ത് ഭരണത്തിൽ താങ്കൾക്ക് അതൃപ്തി തോന്നിയ മറ്റു വിഷയങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിന് ബുദ്ധിമുട്ട് തോന്നിയ ഒരേ ഒരു കാര്യം ലൈഫ് ഭവന പദ്ധതിയാണ്. IFI പദ്ധതി കൃത്യമായ രേഖകളോടുകൂടി എല്ലാം സമർപ്പിച്ച് അവർക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ള രേഖകൾ ആ പാവപ്പെട്ട ആദിവാസിക്ക് ഈ കഴിഞ്ഞ 2 കൊല്ലക്കാലമായി പഞ്ചായത്തിന് വീട്ടു നമ്പർ കൊടുത്തില്ല, ഓണർഷിപ്പ് കൊടുത്തില്ല. 1.5 വർഷത്തിന് മുകളിലായി കേന്ദ്ര ഗവൺമെന്റിന്റെ DDU, അതായത് ദീൻ ദയാൽ ഉദ്യായ
ഗ്രാമീൺ ജ്യോതി യോജന എന്ന എല്ലാ ഗ്രാമങ്ങളിലേക്കും കറണ്ട് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി അട്ടിമറിച്ച് പാവപ്പെട്ടവന് ഈ 1.5 വർഷക്കാലമായിട്ട് കറണ്ട് കൊടുക്കുവാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. വീടിന് നമ്പർ കൊടുക്കുവാൻ സാധിച്ചില്ല, അതിന് ഓണർഷിപ്പ് കൊടുക്കുവാൻ സാധിച്ചില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും 2 മാസത്തിനകം ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടിരിക്കും. ആദിവാസികളെ കുറിച്ചിട്ട് ഇത്രയും ദിനരോധനം നടത്തുന്ന അങ്ങയോടുള്ള എന്റെ ഒരു ചോദ്യം, കരിമുട്ടിയിലെ വഴിയുടെ ഒരു പ്രശ്നം വന്നു. ഈ പ്രശ്നം താങ്കൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? താങ്കളുടെ വീടിന്റെ ഏകദേശം അടുത്ത് തന്നെയാണ്. ഇത് ഏകദേശം 1995 കാലഘട്ടം മുതൽ, ഞാൻ മത്സരിക്കുന്ന കാലം മുതൽ അവിടെ ഈ വഴിയുടെ പ്രശ്നം കൊണ്ടുവരികയും ഞങ്ങളുടെ കുടുംബക്കാരുടെ കയ്യിലാണ് ഈ സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത്. ഇത് വില കൊടുത്ത് മേടിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ വില കൊടുത്ത് മേടിച്ച സ്ഥലങ്ങളിൽ 3 അടി വഴി അവിടെയുണ്ട്. 3 അടി വഴിക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. 10 അടി വഴി വേണമെന്നുണ്ടെങ്കിൽ 10 അടി വഴി ചിന്നാറ് പാലത്തിൽ നിന്ന് 10 അടി അല്ല അതിൽ കൂടുതൽ വഴി കുടിയിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ആ വഴി 95-ൽ തന്നെ ചെയ്യാമായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് കിട്ടിയേനെ. റോഡുകൾ എന്ന് പണ്ടേ അവരുടെ വികസനം നടന്നേനെ, ആ കുടിയുടെ വികസനം നടന്നേനെ. അതിന് തടസ്സം നിന്നത് ഇവിടുത്തെ പാർട്ടിക്കാരും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവുമാണ്. ആ ഭൂമിയുടെ സർവേ പ്രകാരം, ഇപ്പോഴത്തെ നമ്മുടെ അവൈലബിൾ ആയിരിക്കുന്ന സർവേ ഡീറ്റെയിൽ പ്രകാരം അത് റവന്യൂ ലാൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരിക്കലും അല്ല. ആ റവന്യൂ ലാൻഡ് രേഖപ്പെടുത്തേണ്ടത് റവന്യൂ വകുപ്പാണ്. ആ റവന്യൂ വകുപ്പ് രേഖപ്പെടുത്തിക്കോട്ടെ, അവിടെ വഴി വെട്ടിക്കോട്ടെ, റവന്യൂ വകുപ്പിൽ വഴി വെട്ടിക്കോട്ടെ. പക്ഷെ വേറെ പട്ടയത്തിൽ കയറി വെട്ടാൻ ആർക്കാണ് അധികാരമുള്ളത്? അല്ല, അത് പട്ടയഭൂമി അല്ല എന്നുള്ളതാണ് ഇപ്പൊ രേഖകൾ പ്രകാരം ഇപ്പോ കളക്ടറേറ്റിൽ നടന്ന കഴിഞ്ഞ മീറ്റിംഗിൽ തെളിഞ്ഞിട്ടുള്ളത്. എത്ര മീറ്റർ ആണെന്ന് പറയണം. ആ ഏരിയ മൊത്തത്തിലെ ഉള്ളത് റവന്യൂ ലാൻഡ് ആണ്. അതിന്റെ ഉള്ളിലേക്ക് അങ്ങനെയാണെങ്കിൽ ആ റവന്യൂ ലാൻഡിൽ എങ്ങനെ കരമടയ്ക്കാൻ സാധിക്കും? അതാണ് ഞങ്ങളുടെ ചോദ്യം. അത് റവന്യൂ ലാൻഡില് എങ്ങനെ ഇത്ര കാലം കരമടയ്ക്കാനായിട്ട് പറ്റി? അതിന്റെ ആക്ഷേപമായിട്ട് പറയുന്നത് ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥന്മാര് അതിന്റെ FMB എടുത്ത് എന്തുകൊണ്ട് അളന്ന് തിരിച്ചില്ല? ഇത്രയും കാലമായിട്ട് 95 കാലഘട്ടം മുതൽ ഈ വഴിയുടെ പ്രശ്നം പറയുന്നുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്തില്ല? പ്രൈവറ്റ് ലാൻഡിൽ കൂടെ ഒരു സ്ഥലത്തിന് സർക്കാർ റോഡ് ഇടാനായിട്ട് അനുമതി നൽകുമോ? അത് അത് 3 അടി വഴി അവകാശം, നടവഴി അവകാശം ഉള്ളതാ. നിയമം അറിയാവുന്ന ആർക്കും അറിയാം. നിയമം അറിയാവുന്ന ആർക്കും 3 അടി വഴി നടവഴി അവകാശം ഉള്ളതാണ്. അതവർക്കുണ്ട്. ആ 3 അടി വഴി എന്തിനാണ് അപ്പൊ വീണ്ടും മണ്ണിട്ട് നികത്തി അതിലെ വഴി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടസ്സവാദം ഉന്നയിച്ച് 2019 ആരാണ് തടസ്സവാദം ഉന്നയിച്ചത്? 2019 ഈ വഴി ആരാണ് തടസ്സവാദം ഉന്നയിച്ചത്? അത് പറയണം. ലാൻഡ് ഓണർ ആണ്. ആരാണ് ലാൻഡ് ഓണർ? ലാൻഡ് ഓണർ താങ്കളുടെ ബ്രദർ ആണ്. അത് പറയണം. എന്റെ ബ്രദർ ആണെങ്കിൽ ഏത് ബ്രദർ? എനിക്ക് 4 ബ്രദർ, ഞങ്ങൾ 6 പേരാണ്. അതിൽ ഒരാള് എന്റെ സിസ്റ്ററാണ്, ബാക്കി 4 പേര് എന്റെ സഹോദരങ്ങളാണ്. അതിൽ ഏത് സഹോദരന്റെയാണ്? അല്ലല്ല, അങ്ങനെയല്ല. ഇതെല്ലാം നിയമപരമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മളിപ്പം ഒരു ഇലക്ഷൻ വേദിയിൽ ചർച്ച ചെയ്താൽ തീരുന്ന വിഷയമല്ല. ഇത് കളക്ടറൊക്കെ പോയപ്പോ അവർക്കൊക്കെ വലിയ വിവരമില്ലാത്ത ആൾക്കാരൊന്നുമില്ല. IAS എടുത്ത ആളല്ലേ കളക്ടർ, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അല്ല, അദ്ദേഹം ഓർഡർ കൊടുത്തിട്ടും പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇപ്പൊ അത് അതിന്റെ വഴി പുനഃക്രമീകരിച്ച് അവർക്ക് ആദിവാസികൾക്ക് സഞ്ചാരയോഗ്യമായ വഴി ചെയ്തു കൊടുക്കണമെന്ന് ഒരു ഓർഡർ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് സ്ഥലം അളക്കാൻ അധികാരമൊന്നുമില്ല. അത് താലൂക്ക് സർവേറാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി വെച്ച് കൊടുക്കേണ്ടത്. ആ ഓർഡർ കളക്ടർ താലൂക്ക് സർവേർ കൊടുക്കുക. താലൂക്ക് സർവേറാണ് അളന്ന് കുറ്റി വെക്കട്ടെ. ഇത് ഓർഡർ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം കളക്ടർ കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് സെക്രട്ടറിക്ക്. പഞ്ചായത്ത് സെക്രട്ടറി താലൂക്ക് സർവേർക്ക് കൊടുക്കണം, അളന്ന് തിരിച്ച് സ്ഥലം തിട്ടപ്പെടുത്തി തരണമെന്ന് പറയണം. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒബ്ജെക്ഷൻസ് ഒന്നുമില്ല? എനിക്ക് യാതൊരുവിധ ആക്ഷേപമില്ലാത്ത കേസ്. കാരണം ഒരാൾക്ക് വഴി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല. അപ്പൊ ആ കൊടുക്കുക എന്നുള്ളത് സന്മനസ്സുള്ളവരാണെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇനി തർക്കം വന്നു കഴിഞ്ഞാൽ കോടതി പറയട്ടെ, അത്രേ ഉള്ളൂ. ഇനി ഈ പാടില്ല മറ്റു വിഷയങ്ങൾ, ഇതൊരു പേഴ്സണൽ വിഷയമായതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരുന്ന് തർക്കിച്ചപ്പോ അതിൽ വന്ന ഒരു വലിയ വിഷയമായതുകൊണ്ട്, പ്രത്യേകിച്ച് ആദിവാസി കുടികളിലുള്ള മെയിൻ ഒരു പ്രശ്നമാണ്. അതൊരു കുടിയിലേക്കുള്ള മൊത്തം പ്രശ്നമായതുകൊണ്ടാണ് ഇതിനെ ഇത്രയും ഫോക്കസ് ചെയ്ത് സംസാരിക്കേണ്ടി വന്നത്. ഇനി ഈ മറയൂരില് താങ്കളുടെ സ്വപ്നത്തില് താങ്കൾ ഒരു മെമ്പറായിട്ട് വരികയാണെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാനൊരു മെമ്പറായാൽ എൻ്റെ വാർഡിനെക്കാട്ടിയും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. നെല്ലിപ്പട്ടിക്കുടി എന്ന് പറയും. നെല്ലിപ്പട്ടിക്കുടി ഏത് സമയവും ഒരു ഉരുൾപൊട്ട് ഭീഷണിയിലാണ്. കാരണം ഒരു വീടിന് പോലും മതിലുകൾ പണിയപ്പെട്ടിട്ടില്ല. മതിലുകൾ എന്ന് പറഞ്ഞാൽ സൈഡ് വാൾ എല്ലാം മണ്ണാണ്. അവിടെ ഭയങ്കര ഈർപ്പമുള്ള ഒരു സ്ഥലമാണ്.
ആ സ്ഥലത്തെ കുടുംബങ്ങളെല്ലാം നല്ല മഴ പെയ്താൽ ഒലിച്ചു പോയി കഴിഞ്ഞാൽ ഈ മറയൂരിൽ മേലാടി മുതലുള്ള ഒരു സ്ഥലവും കാണപ്പെടുകയില്ല. പിന്നെ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആറാമ്പട്ടിക്കുടിയില ശ്മശാനത്തിലേക്ക് ഒരു 2 അടി വീതി പോലും ഇല്ലാതെ പാവങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി 2 ശവടക്കിന് പോയി, ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് അവരവിടെ ശ്മശാനത്തിലേക്ക് ഈ ബോഡി കൊണ്ടുപോവുക. അതുവരെ ഇത്ര കാലമായിട്ട് ചെയ്തു കൊടുക്കുവാൻ പറ്റാത്തത് കൊണ്ട് തീർച്ചയായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയിൽ അവിടെ ഉൾപ്പെടുത്തി അവരുടെ ശ്മശാനം വരെ ഏത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ടാണേലും അവിടെ അവർക്ക് അത് സഹായം ചെയ്തു കൊടുക്കേണ്ട അത്യാവശ്യ കേസുകെട്ടുകളാണ്. പിന്നെ അതുപോലെ തന്നെ കമ്മാളംകുടിയില് വീടുകളുടെ അകത്തേക്കാണ് മഴവെള്ളം ഒഴുകിയെത്തുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഡ്രെയിനേജുകൾ ആവശ്യമാണ്, അവിടെ ഡ്രെയിനേജുകൾ വേണം. അതുപോലെ തന്നെ ഒറ്റ ആദിവാസി കുടികളിൽ നടപടിയില്ല. തൊട്ടടുത്ത കുമ്മുട്ടാംകുടിയിൽ പോലും നടപാതകൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ആദിവാസി സമൂഹത്തെ മുഴുവൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഇലക്ഷനിൽ തന്നെ നിന്ന് മത്സരിക്കാൻ കാരണം. ഈ നിൽക്കുന്ന വാർഡില് ഇപ്പൊ പുത്തച്ചുവയലാണല്ലോ, പുത്തച്ചുവയലിലെ ഏതൊക്കെ ആദിവാസി കുടികളാണ് ഉൾപ്പെടുന്നത്? പുത്തച്ചുവയലിൽ കുമ്മുട്ടാംകുഴി മാത്രമേ ഉള്ളൂ. കുമ്മുട്ടാംകുഴിയിൽ ഏറ്റവും ഈ പാവങ്ങൾ ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഈ കാച്ചാങ്കാട് മുതൽ താഴേക്ക് വരുന്ന ഈ പഞ്ചായത്തിന്റെ അറവശാലയിലെ മാലിന്യം മുഴുവൻ ഈ കാച്ചാങ്കാട് വെള്ളത്തിലേക്കാണ് ഒഴുകുന്നത്. ഇവിടുത്തെ മുതലാളിമാരുടെ വേസ്റ്റുകൾ, അതായത് അവിടുത്തെ ഹോട്ടൽ വേസ്റ്റുകൾ മുതൽ കടയിൽ നിന്ന് വരുന്ന സകല വേസ്റ്റുകളും വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഈ ഓടയിലേക്കാണ് ഒഴുക്കി വിടുക. അവരുടെ കക്കൂസ് മാലിന്യങ്ങൾ വരെ ഈ ഓടയിലേക്ക് പാവപ്പെട്ടവൻ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്ന ഈ കുമ്മുട്ടാംകുഴി ഓടയിലേക്കാണ്. അടിയന്തരമായിട്ട് അത് നിർത്തലാക്കേണ്ട നടപടി ഉണ്ടാകും. പഞ്ചായത്തിന്റെ അറവശാല അവിടുന്ന് മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ട്. അറവശാലയിലെ മാലിന്യങ്ങൾ അതിലേക്ക് വിടാതിരിക്കാനുള്ള നടപടി ഉടൻ തന്നെ സ്വീകരിക്കും. അങ്ങനെയാണോ ഒരു അറവുശാല ചെയ്യേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടുമല്ല. അറവശാലയ്ക്ക് എങ്ങനെ നമ്മള് പഞ്ചായത്താണ്, മറ്റു പല കാര്യങ്ങൾക്കും ലൈസൻസ് കൊടുക്കേണ്ട അതോറിറ്റി പഞ്ചായത്താണ്. അതേ പഞ്ചായത്ത് ഇപ്പൊ നമ്മള് ഒരു ബീഫ് പോത്തിനെ നമ്മൾ അറക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും ഫസ്റ്റ് തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇതിന് പരിശോധിച്ച് ഈ മൃഗത്തിന് മറ്റ് അണുബാധകളോ രോഗങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് അതിന്റെ കുളമ്പിന്റെ ഭാഗത്ത് ഒരു ചാപ്പ അടിക്കണം. ഇത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണ്, അറക്കാനായിട്ട് അനുവാദമുള്ള ഒരു ആനിമൽ ആണ് എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്താൽ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് നിയമസംഹിതയിലെ ചട്ടപ്രകാരം ഒരു മാടിനെ അറക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഇരിക്കെ മറയൂർ പഞ്ചായത്തില് അങ്ങനെ ഒരു പരിശോധന നടക്കാറുണ്ടോ? താങ്കളുടെ അറിവിൽ അങ്ങനെ നടക്കാറുണ്ടോ? ഈ പറയുന്ന അറവുശാലയിൽ ചെയ്യുന്ന രീതിയിലാണോ യഥാർത്ഥത്തിൽ ഇവിടെ മാംസങ്ങൾ വിൽക്കേണ്ടത്? തീർച്ചയായിട്ടുമല്ല. ഇവിടെ വിൽക്കപ്പെടുന്ന മാംസങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിൽ അസുഖബാധിതമായ മൃഗങ്ങളുടെ യാതൊരുവിധ പരിശോധനകളും ഇല്ലാതെ മറയൂർ പഞ്ചായത്തിലെ കുറച്ച് ആളുകൾ എന്തൊക്കെയോ കാശുകൾ വാങ്ങിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവന് സാധാരണക്കാരന് ഈ പറയുന്ന മാംസം കഴിക്കാൻ പറ്റാത്ത മാംസങ്ങളാണ് ഇവിടെ നൽകപ്പെടുന്നത്. കാരണം അത് പറയാൻ കാരണം, ഞാൻ 2012 മുതൽ 24 വരെ മിൽമയുടെ പ്രസിഡന്റ്, കോഓപ്പറേറ്റീവ് സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാളാണ്. എനിക്കറിയാം, ഈ ആന്റിബയോട്ടിക്കുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളോ കുത്തിവെക്കുകയാണെങ്കിൽ ആ കന്നുകാലികളെ ഒരിക്കലും അറവുശാലയിൽ കൊണ്ടുവരുവാനോ അത് മാംസമാക്കുവാനോ പാടില്ല. എന്നാൽ ഇവിടുത്തെ വെറ്റിനറി സംവിധാനം പഞ്ചായത്തിന്റെ കീഴിലാണ്. അപ്പൊ പഞ്ചായത്തിന്റെ കഴിവുകേടാണ് വെറ്റിനറി ഇത് പരിശോധന നടത്താത്തതും ഈ അറവശാലയിൽ വരുന്ന മൃഗങ്ങളിൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഈ പാവപ്പെട്ട ആളുകളെ ഈ മാംസം മുഴുവൻ വിറ്റ് അവരെ തീറ്റിക്കുന്ന ഏറ്റവും മോശമായ ഹീനമായ പരിപാടിയാണ് മറയൂർ പഞ്ചായത്തിൽ കാലങ്ങളായിട്ട് നടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ അധികാരത്തിൽ വരികയോ ജയിച്ചു വരികയോ ചെയ്താൽ ഈ സ്ലോട്ടർ ഹൗസ് കംപ്ലീറ്റ് നവീകരിച്ചുകൊണ്ട്, കാരണം 11,000 രൂപ മാസം ഈ പഞ്ചായത്ത് വാടക മേടിക്കുന്നുണ്ട് ഈ സ്ലോട്ടർ ഹൗസിന് ഒരാളുടെ കയ്യിൽ നിന്ന്. അങ്ങനെ 3-4 പേരവിടെ ഇത് അറവശാല നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാശ് വാങ്ങിച്ചിട്ട് അവർക്ക് ഈ അടിസ്ഥാന സൗകര്യം, അതായത് വെള്ളം പോലും ഇല്ല, 500 ലിറ്ററിന്റെ വെള്ളം പോലും അവിടെ സ്ഥാപിച്ചിട്ടില്ല. അത്ര വൃത്തിഹീനമായ രീതിയിലാണ് അറവശാലകൾ നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിനൊരു മാറ്റം കൊണ്ടുവരണം. നല്ല ആധുനിക അറവശാലകൾ കൊണ്ടുവരണം, അത്യാവശ്യമാണ്. നല്ല മാംസം ഡോക്ടർ പരിശോധന നടത്തി അതിനെ മീറ്റിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അല്ലാത്തതിനെല്ലാം കുഴിച്ചു മൂടിക്കളയേണ്ട അത്യാവശ്യ കാര്യമാണ്. അവിടെ ആടിന് മാത്രമല്ലേ ഇറക്കാറുള്ളൂ? ഈ പറയുന്ന സ്ഥലത്ത് ആടിന്റെ മാംസം മാത്രമല്ലേ വിൽക്കാറുള്ളൂ? അല്ലാതെ
നമുക്ക് പോത്തിറച്ചി അല്ലെങ്കിൽ അല്ല, ഇവിടുത്തെ അറവശാലകൾക്കൊന്നും തന്നെ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല. ബാക്കി അറവശാലകളെല്ലാം അല്ലാതെ തന്നെയാണ് നടക്കുന്നത്, അനധികൃതമാണ്. അത് പഞ്ചായത്തിന്റെ മൂക്കിൻ തുമ്പത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് ഇത് തന്നെയാണ്. അപ്പൊ ഇതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ജനകീയ നേതാവ് എന്ന രീതിയിൽ പ്രതിഷേധം? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കർഷകനായിരുന്നു, ഇപ്പോഴും കർഷകനാണ്. ഞാൻ പൊതുരംഗത്തേക്ക് ഇപ്പൊ പ്രവർത്തിക്കാൻ വന്നത് തന്നെ 4 മാസമായുള്ളൂ. വെറും 4 മാസമായുള്ളൂ പൊതുരംഗത്തേക്ക് ഇറങ്ങി ഞാൻ ശരിക്കും പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട്. ഇത് 4 മാസക്കാലമായുള്ളൂ. തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു സമഗ്ര മാറ്റം ഈ പഞ്ചായത്തിൽ കൊണ്ടുവരും. ഈ 4 മാസത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു തടസ്സമാവില്ലേ? ഇനിയുള്ള 4 മാസം കൊണ്ട് ഒരാൾക്ക് ഒന്നും ഒരു പഞ്ചായത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കണമെങ്കിൽ മിനിമം ഒരു 10 വർഷമെങ്കിലും പ്രതിപക്ഷത്തിൽ ഇരുന്നാൽ മാത്രമാണ് ഒരു ഭരണപക്ഷത്തേക്ക് ഒരു നേതാവ് സജ്ജമാവുകയുള്ളൂ എന്നതാണ് ഒരു അടിസ്ഥാന വിശ്വാസം. അതൊക്കെ ചുമ്മാ തോന്നലുകളാണ്. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയുവാൻ എന്നെ കൊണ്ട് പറ്റും. തീർച്ചയായിട്ടും പറ്റും. കാരണം ഒരു പഞ്ചായത്തില് ഏതൊക്കെ ഫണ്ടുകളാണ് വരുന്നത്, അതായത് പഞ്ചായത്തിന്റെ പദ്ധതി ഫണ്ട് വരും. പദ്ധതി ഫണ്ട് അല്ലാതെ തന്നെ തൊഴിലുറപ്പിന്റെ ഫണ്ട് വേറെ വരും. നമ്മൾ എത്ര പേര് രജിസ്റ്റർ ചെയ്തോ അത്ര പേരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് തീർച്ചയായിട്ടും വരും. അതല്ലാതെ ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്, അവർ നിശ്ചയിക്കുന്ന ഒരു തുക, അതും പഞ്ചായത്തിന്റെ ഫണ്ടിൽ വരും. ഇതല്ലാതെ പുനരുദ്ധാരണ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫണ്ട് വരും. ഇതും അല്ലാതെ ഓൺ ഫണ്ട് വേറെ വരുവാണ്. അപ്പം ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് ചോദിച്ചാൽ അതിലും ഈ സാങ്കേതിക അനുമതി ഇല്ലാതെ എത്ര രൂപ ചെലവാക്കാന്നുള്ളതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഗ്രാഹ്യമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ജനങ്ങൾ ഗ്രാമസഭയിൽ തീരുമാനിക്കും, പഞ്ചായത്ത് കമ്മിറ്റികൾ തീരുമാനം നടപ്പിലാക്കും. അതിനൊക്കെയുള്ള ഗ്രാഹ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മറയൂർ പഞ്ചായത്തില് 7ാം വാർഡിൽ ഞാൻ മത്സരിക്കുന്നത്. മറയൂർ പഞ്ചായത്തിന്റെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചല്ലോ. ഈ മറയൂർ പഞ്ചായത്തില് മൃഗങ്ങൾക്കുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ടോ? വളർത്തു മൃഗങ്ങൾക്കുള്ള ലൈസൻസ് കൊടുക്കേണ്ടത് പഞ്ചായത്തിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു വളർത്തു മൃഗത്തിന് ഈ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് കൊടുത്തതായിട്ട് താങ്കൾക്ക് അറിയോ? അല്ല, ഈ വളർത്തു നായകൾക്ക് വാക്സിനേഷനും ലൈസൻസും കൊടുത്തതായിട്ട് എന്റെ അറിവിലുണ്ട്. വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടാവും. ലൈസൻസ്, അതായത് ഈ മൃഗത്തെ വളർത്തുന്നതിനുള്ള ലൈസൻസ് പഞ്ചായത്ത് കൊടുക്കണം. വാക്സിനേഷൻ കൊടുക്കേണ്ടത് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നാണ്. ലൈസൻസ് അങ്ങനെ കൊടുത്തതായിട്ട് താങ്കളുടെ അറിവിലുണ്ടോ? അല്ല, ഒരു നായ എന്ന് പറഞ്ഞാൽ അതിനെ 3 2 5 വാക്സിനോളം എടുത്താൽ മാത്രമാണ് അതിന് പഞ്ചായത്ത് ലൈസൻസിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് വെറ്റിനറിയാണ് സാക്ഷ്യപ്പെടുത്തരുക. ആ 5 വാക്സിൻ എടുത്തതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ കൊടുത്താൽ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തേ പറ്റൂ. അല്ല, 3 മാസമുള്ള ഒരു പട്ടിക്കുഞ്ഞ്, അതിന് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഡിവോമിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് പോയിട്ട് ആന്റി റാബീസ് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിലെ ലൈസൻസ് തരൂല. ആ വാക്സിൻ 5 വാക്സിനും ആ കോഴ്സ് പൂർത്തിയാക്കണം. 5 വാക്സിൻ ഏതൊക്കെ ടൈമിൽ എത്ര വയസ്സിലായിരിക്കും അപ്പൊ ഒരു പട്ടിക്ക്? അല്ല, ആദ്യം ഇപ്പൊ അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഒരു പട്ടിക്കുഞ്ഞിന് ആദ്യത്തെ ഒരു 3 മാസത്തെ 3 വാക്സിനും അതിനുശേഷം 6 മാസം കഴിയുമ്പോഴും അതിനുശേഷം 1 വർഷം കഴിയുമ്പോഴുമാണ് അത് ചെയ്യുന്നത്. ആ 1 വർഷം വരെ ഈ പട്ടിക്കുഞ്ഞിനെ നമ്മൾ ലൈസൻസ് ഇല്ലാതെ വളർത്തണം എന്നാണോ പറയണേ? തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെയില്ല. പഞ്ചായത്തില് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു പട്ടിക്കുഞ്ഞിനെ മേടിച്ചു, ഈ പട്ടിക്കുഞ്ഞിനെ എനിക്ക് വീട്ടിൽ വളർത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൂച്ചയായിക്കോട്ടെ, ഇതിനെ നമ്മൾ വളർത്തു മൃഗമായിട്ട് കണക്കാക്കണമെങ്കിൽ നമ്മൾ പോയിട്ട് പഞ്ചായത്തില് ലൈസൻസ് എടുക്കണം. അല്ലാത്തതിനെയാണ് നമ്മൾ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാക്സിൻ പൂർത്തിയാകാത്ത ഒരു പട്ടിക്ക് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ റാബീസ് വാക്സിൻ എടുക്കേണ്ട കാര്യമുള്ളൂ. അത് 3 അല്ലല്ല, അതല്ലാതെ തന്നെ വേറെയും 2 3 വാക്സിൻ. റാബീസ് വാക്സിൻ ആണ് പട്ടികൾക്ക് പൊതുവായിട്ട് എടുക്കേണ്ട വാക്സിൻ. മറ്റു വാക്സിൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധത്തിന്, അതിന്റെ ലൈഫ് സ്പാൻ കൂട്ടുന്നതിന് വേണ്ടി എടുക്കുന്ന വാക്സിനുകളാണ്. ബൂസ്റ്റർ വാക്സിനുകളും അതിന്റെ രോഗങ്ങൾ വരാതിരിക്കുന്നതിനുള്ള പ്രതിരോധത്തിനുള്ള വാക്സിൻ, അത് മാൻഡേറ്ററി അല്ല. റാബീസ് വാക്സിൻ ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. റാബീസ് വാക്സിൻ എടുത്തിട്ടുള്ള ഏത് മൃഗത്തിനെയും നമുക്ക് ലൈസൻസിന് വേണ്ടി പഞ്ചായത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്റെ അറിവ് പ്രകാരം മറയൂർ പഞ്ചായത്തിൽ അത്തരം ഒരു സിസ്റ്റം നടപ്പിലായിട്ടില്ല, നടക്കുന്നില്ല. കാരണം ഇത് ഈ എന്റെ പട്ടിക്കുഞ്ഞിന് വേണ്ടി ഞാൻ ഇതേ പഞ്ചായത്തിൽ ലൈസൻസ് എന്റെ ഒരു സഹോദരൻ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ 2 പട്ടികളെ വളർത്തുന്നുണ്ട്. അതിന്റെ വാക്സിൻ ഈ മാസം എടുക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടെ കഴിയുമ്പോൾ നേരെ പേപ്പർ കൊണ്ടുപോയി പഞ്ചായത്തിൽ കൊടുക്കും. വാക്സിൻ കൊടുക്കാൻ ലൈസൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഇപ്പൊ തെരുവ് നായ്ക്കളുടെ ശല്യം ഇവിടെ വളരെ കൂടുതലാണ് എന്നൊരു വാർത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിരുന്നു.
അങ്ങനെയാണെങ്കിൽ തെരുവ് നായ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പഞ്ചായത്ത് എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? പഞ്ചായത്ത് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, തെരുവ് നായകളെ പിടിച്ച് ഷട്ടറിലാക്കണം, അതിന്റെ പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ട് തിരിച്ചു വിടാൻ പാടില്ല എന്ന് ഹൈക്കോടതി കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് എനിക്കറിയാം. മറയൂർ പഞ്ചായത്തിൽ എന്ത് സംഭവിക്കുന്നു? മറയൂർ പഞ്ചായത്തില് ഇതൊന്നും നോക്കാൻ ഇവിടുത്തെ കഴിഞ്ഞ ഈ ഹൈക്കോടതിയുടെ അണ്ടറിൽ വരുന്ന അതെ അതെ പക്ഷെ മറയൂർ പഞ്ചായത്തിലെ ഇടങ്ങളെല്ലാം എങ്ങനെ സ്ഥലങ്ങളെല്ലാം കൃഷിഭൂമികളെല്ലാം റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് വിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അപ്പം ഇതൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. ഇപ്പൊ അപ്പൊ താങ്കൾ ഒരു മെമ്പറായി വന്നാൽ ഈ തെരുവ് നായ ശല്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് പറയുന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം അതിനെതിരെ പ്രതികരിക്കുകയും അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. കാരണം ഇവിടെ അറവുമാടുകളുടെ അവശിഷ്ടങ്ങൾ കഴിച്ചുകൊണ്ട് ഒരുപാട് നായ്ക്കളാണ് ഇതിൽ നടക്കുന്നത്. നമുക്ക് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ചില ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇതിനെ പ്രകോപിപ്പിക്കുമ്പോൾ നായ്ക്കൾ അവരോട് മോശമായ രീതിയിൽ നായ്ക്കൾക്കും പ്രതികരിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഇവിടെ തെരുവ് നായ ശല്യമാണ് എന്നൊരു വാർത്തയ്ക്കൊക്കെ ഒരു ഇട കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ തെരുവ് നായ്ക്കളെ, ഒരു തെരുവ് നായ പ്രസവിച്ചു കഴിയുമ്പോൾ 5, 6, 7 കുട്ടികളൊക്കെയാണ് ഒറ്റ ട്രിപ്പിൽ ഉണ്ടാവുന്നത്. പക്ഷെ ഈ കുട്ടികളൊന്നും തന്നെ നശിച്ചു പോകുന്നുമില്ല. അതെല്ലാം ഇവിടെ സമൃദ്ധമായി വേസ്റ്റ് ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ട് സമൃദ്ധമായി ഹോട്ടൽ വേസ്റ്റുകൾ കഴിക്കാനായിട്ട് തെരുവ് നായ്ക്കൾക്ക് ഇപ്പൊ ഇവിടെ മറയൂരിൽ സാഹചര്യമുണ്ട്. ഈ നായ്ക്കളെല്ലാം വലുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ തെരുവ് നായ ശല്യം ഗ്രാജുവലി മറയൂരിന്റെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു സൈഡിൽ കൂടെ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇത്തരം ഒരു തെരുവ് നായ ശല്യം ഇവിടെ രൂക്ഷമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു രേഖ മൂലം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അപ്പൊ അതിന് താങ്കൾക്ക് എന്താണ് പ്രതിരോധ നടപടി എന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുക? അതായത് എല്ലാവരും കൊല്ലുക എന്നുള്ളതല്ല, കൊല്ലുക എന്നുള്ളത് പ്രാക്ടിക്കലായ ഒരു കേസൊന്നുമല്ല. അത് കൊന്നു കഴിഞ്ഞാൽ അതിന്റെ നിയമവശങ്ങളും ഒക്കെ വേറെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാല് ഈ നായ്ക്കൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് എവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ വരുന്ന ടൂറിസ്റ്റുകൾ അവര് ഫാമിലി ആയിട്ട് വരുന്നു, എവിടെയെങ്കിലും റോഡിന്റെ സൈഡിൽ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവരുടെ ആ വേസ്റ്റ് എല്ലാം അവിടെ ഇട്ടിട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ തെരുവ് നായകളെല്ലാം അവിടെ ചെല്ലുന്നു. ഇത് പല സ്ഥലത്തും ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ ടൂറിസ്റ്റുകൾ ഇടുന്ന വേസ്റ്റുകളും ഇങ്ങനെയുള്ള ഈ വേസ്റ്റുകളും എല്ലാം ഭക്ഷിച്ചുകൊണ്ടാണ് ഈ തെരുവ് നായകൾ പെരുകി വരുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റുകളുടെ വേസ്റ്റുകൾ വളരെ കൃത്യമായി അത് നിരീക്ഷിച്ച് അവർക്ക് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട്, എവിടെ ഇപ്പം കൊടൈക്കനാലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അവർ പ്ലാസ്റ്റിക് കുപ്പിയൊന്നും ഒരു സ്ഥലത്ത് ഇടാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അത് കൃത്യമായിട്ട് മേടിക്കും. അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ അവരത് മേടിച്ചു നോക്കും. അതുമാതിരി തന്നെ ഈ ഇങ്ങനെയുള്ള ജൈവ മാലിന്യങ്ങൾ അതെവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. അതൊന്നും തെരുവ് നായകൾ തിന്നാത്ത വിധത്തില് കറക്റ്റായിട്ട് അതിനെ സംസ്കരിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ, വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആദ്യം മറയൂരിൽ നടപ്പിലാക്കണം. അത് ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ അത് കൃത്യമായി പരിശോധിക്കേണ്ടത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്തിന്റെയും കടമയാണ്. അത് ഇവർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും തെരുവ് നായകൾ വരികയും ഇങ്ങനെയുള്ള ശല്യങ്ങൾ, അതായത് സാധാരണ സ്കൂട്ടറുകാരെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കാം. പിന്നെ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇത് ഭയങ്കര അപകടമാണ്. അപ്പൊ അത് നിർത്തലാക്കേണ്ട, അതായത് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട കടമ പഞ്ചായത്ത് കമ്മിറ്റിക്ക് തന്നെയാണ്. അതിൽ നിന്ന് ആരും മാറി നിൽക്കാൻ സാധിക്കത്തില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ മറ്റ് പ്രശ്നങ്ങളായിട്ട് താങ്കളുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച വിഷയങ്ങൾക്കുപരി താങ്കളുടെ നിരീക്ഷണത്തില് ഇവിടെ നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ ഇവിടെ കണ്ട പ്രശ്നത്തില് താങ്കൾക്ക് ഒരു പരിഹാരം മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമല്ല? ഇവിടുത്തെ നമ്മളെ ഈ ടൂറിസമാണ് നമ്മള് ഇന്ന് മറയൂരിനെ ബേസ് ചെയ്ത് പോകുന്ന ഏറ്റവും നല്ലൊരു വരുമാന മാർഗം. അപ്പൊ ഈ ടൂറിസം എന്ന് പറഞ്ഞാല് അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണം. ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് യാത്രാ സൗകര്യം വേണം. പക്ഷെ നമ്മുടെ MP ഡീൻ കുര്യാക്കോസ്, MLA D രാജ, പഞ്ചായത്ത് ഇവരിവിടെ ഉണ്ട്. പക്ഷേങ്കിൽ ഇവരാരും ചിന്തിക്കാത്ത 9 മുതൽ കരുമുട്ടി വരെ ഒരു കാർ ഓടിച്ചെത്തണമെങ്കിൽ അവൻ ജീവൻ പണയം വെച്ച് വേണം വരാൻ. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ റോഡിന്റെ സൈഡ് കോൺക്രീറ്റ് ഇടാൻ സമ്മതിക്കത്തില്ല. ഈ ടോറസ് ലോറിയോ മറ്റൊരു ചെറിയ ടെമ്പോ വന്നാൽ പോലും ഒരു കാറിന് സൈഡ് കൊടുക്കാൻ അതിന്റെ ഡ്രൈവ് ഷാഫ്റ്റ് സഹിതം അവന്റെ ലോറാമ് സഹിതം വളഞ്ഞു പോകും. എനിക്കറിയാവുന്ന ഒരു സാറുണ്ട്, അദ്ദേഹം ഉടുമലപ്പേട്ടയ്ക്കോ മധുരയ്ക്കോ പോകണമെങ്കിൽ 3 വഴി പോകും. കാരണം അദ്ദേഹത്തിന് പേടിയായി 9 വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ. 9 വരെ പോയാൽ ആ വണ്ടി തീർന്നു. അപ്പൊ അടിയന്തരമായിട്ട് MP-യും MLA-യും എല്ലാം ഇടപെടേണ്ടതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ദാർഷ്ട്യം ഒഴിവാക്കി വെച്ചുകൊണ്ട് ഈ പറയുന്ന 9.5 കോടി രൂപ മുടക്കി ചിന്നാർ വരെ
റബ്ബറൈസ്ഡ് റോഡാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡ് കോൺക്രീറ്റ് ഇടേണ്ട കടമയും അവർക്കുണ്ട്. അത് ചെയ്യിപ്പിക്കേണ്ട കടമ ഈ പറയുന്ന ഗവൺമെന്റിനും ഈ പറയുന്ന MP-ക്കും ഈ പറയുന്ന MLA-ക്കും ഈ പറയുന്ന പഞ്ചായത്തിനുമുണ്ട്. അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇതിന്റെ റോഡ് സൈഡ് കോൺക്രീറ്റ് ഇട്ട് ടൂറിസ്റ്റുകൾക്ക് സുഗമമായി വന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുക എന്നത് മറയൂരിലെ, കാന്തല്ലൂരിലെ, മൂന്നാർ ഈ 3 പഞ്ചായത്തുകളുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും സാധ്യമല്ല. സ്റ്റേറ്റ് ഹൈവേ അല്ലേ? സ്റ്റേറ്റ് ഹൈവേ തീർച്ചയായിട്ടും അതിനകത്ത് 23.5 മീറ്റർ റോഡ് PWD റോഡാണ്. 23.5 മീറ്റർ വീതി. അതിനകത്ത് ഫോറസ്റ്റിന് എന്താണ് അവകാശം? അതെന്തുകൊണ്ടാണ് ഇവർ ചോദിക്കാതെ, ജനപ്രതിനിധികൾ ചോദിക്കാതെ? ഞാൻ തീർച്ചയായിട്ടും മെമ്പറായാൽ നിരാഹാര സമരം നടത്തിയിട്ടാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കും. ഇവിടെ വന്നിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളിലൊന്നാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ മറയൂരിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളം ശുദ്ധമായിട്ടുള്ളതാണോ? തീർച്ചയായിട്ടും അല്ല. ഈ ജലനിധി എന്ന് പറയുന്നത് അമ്പേ പരാജയമാണ്. സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന, കൊള്ളയടിക്കുന്ന ഒരു സംവിധാനമാണ് ജലനിധി. ജലനിധി ഇന്ന് വരെ ഈ പഞ്ചായത്ത് ഒരാൾക്കെങ്കിലും ശുദ്ധമായ ജലം ഇവിടെ നൽകിയിട്ടില്ല. കാരണം അത് ഫിൽട്ടർ ചെയ്തല്ല ഈ ജലം വരുന്നത്. എന്തുകൊണ്ട് ഒരു ഫിൽട്രേഷൻ ഇവിടെ സ്ഥാപിച്ചുകൂടാ? ചിന്തിക്കണം. അത് ചിന്തിക്കാൻ ഇവർക്ക് സമയമില്ല. ഇതുവരെ ഭരിച്ച ആളുകൾക്ക് അതിന് സമയമില്ല. അപ്പൊ നമ്മൾ മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ജലജീവൻ മിഷൻ പദ്ധതി വന്നിട്ടുണ്ട്. അപ്പൊ ജലജീവൻ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ജലനിധി ഇവിടെ ഇല്ലേലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും മലയിൽ നിന്ന് വളരെ ഒരു ഇതുമില്ലാതെ, കറണ്ടോ പവറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒഴുകി വരുന്ന വെള്ളത്തിന്, ഈ അശുദ്ധമായ വെള്ളത്തിന്, ഈ കലക്ക വെള്ളത്തിന് ഈ കാശ് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ശുദ്ധമായ വെള്ളം തീർച്ചയായിട്ടും മറയൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ശുദ്ധമായ വെള്ളം മറയൂർ പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജലനിധി പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പ്രോജക്റ്റ് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു എന്നാണ് താങ്കൾ ഇപ്പം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഒരു പബ്ലിക് മാസ് പെറ്റീഷൻ ജനവഞ്ചന നടത്തിയതിന് വേണ്ടി, ജനവഞ്ചന നടത്തിയ പ്രവർത്തനത്തിനെതിരെ, മറയൂർ പഞ്ചായത്തിനെതിരെ നിങ്ങൾ ഒരു മാസ് പെറ്റീഷൻ ഒരു ഒപ്പോസിഷനിൽ നിൽക്കുന്ന ആൾ എന്ന രീതിയിൽ എന്തുകൊണ്ട് നാളിതുവരെ കൊടുത്തിട്ടില്ല? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊതുരംഗത്തേക്ക് ഇപ്പൊ ശരിക്കും ഇറങ്ങിയിട്ട് 4 മാസക്കാലത്തോളമായുള്ളൂ. കാരണം എൻ്റെ കുടുംബപരമായ കാര്യങ്ങൾ, എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ പഠനം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കർഷകനായതുകൊണ്ട് എൻ്റെ കൃഷി ഇതൊക്കെ ചെയ്ത് ഞാൻ ഏകദേശം അതെല്ലാം ഒരു 75% ആക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പൊതുരംഗത്തേക്ക് വരുന്നത്. കാരണം ഇവിടെയുള്ള നേതാക്കന്മാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മക്കളെ എവിടെയെങ്കിലും ജോലിക്ക് കയറ്റണം, അവരുടെ ഭാര്യമാർക്ക് എവിടെയെങ്കിലും ജോലി കിട്ടണം. ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും ജോലിയുണ്ട്, അവരുടെ സ്വന്തക്കാർക്കും ജോലിയുണ്ട്. ഇവിടെ കിട്ടിയ സാധാരണ ബാങ്ക് മുതൽ അംഗൻവാടി മുതൽ എല്ലാ സ്ഥലത്തും, കൃഷി ഡിപ്പാർട്ട്മെന്റ് ആയാലും ആരോഗ്യ മേഖലയായാലും പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിലായാൽ പോലും ഇവിടുത്തെ ഇടത് വലത് പാർട്ടികളുടെ ഭാര്യമാർക്കും അവരുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും മക്കൾക്കും മാത്രം ജോലി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് മറയൂരിൽ കണ്ടുവരുന്നത്. അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്ന് മത്സരിക്കുന്നത് തന്നെ. കാരണം സ്വജന പക്ഷപാതമുണ്ട് എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതിന് മാറ്റം കൊണ്ടുവരണം. ഇവിടെ ഒരു കർഷകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. കർഷകനായിട്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും വന്യജീവികളുടെ ആക്രമണം എന്ന് പറയുന്നത്. വന്യജീവികൾ കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ താങ്കള് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഇത് ഈ മറയൂർ മേഖലയിലെ ഒരു വലിയ പ്രശ്നമാണ്. അതിനെതിരെ താങ്കൾക്ക് എന്താണ് ഒരു പദ്ധതി മനസ്സിലുള്ളത്? താങ്കൾ ഒരു മെമ്പർ ആയിരിക്കുകയാണെങ്കിൽ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ നേരിടാനാണ്? അത് നമ്മുടെ ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു. മനുഷ്യ വന്യജീവി ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് പദ്ധതി കൊണ്ടുവന്നു. തീവ്രയജ്ഞം പഞ്ചായത്ത് പ്രസിഡന്റിനും DFOയ്ക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതില് പരാതിപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആ പരാതിക്ക് ഇന്ന് വരെ ഈ പഞ്ചായത്തോ ഈ DFO ഓഫീസിൽ നിന്നോ യാതൊരു മറുപടികളും ലഭിച്ചിട്ടില്ല. അപ്പൊ തീവ്രയജ്ഞ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണ കർഷകനെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, 1,47,00,000 രൂപ മറയൂർ പഞ്ചായത്തിലെ 14 കിലോമീറ്റർ ഫെൻസ് ചെയ്യാൻ വേണ്ടി അനുവദിച്ച തുക കരുമുട്ടിയിൽ വൈൽഡ് ലൈഫിന് റേഞ്ച് ഓഫീസർ അത് തടഞ്ഞു വെക്കപ്പെടുകയുണ്ടായി. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ 1,47,00,000 രൂപ ഈ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് മുടക്കിയത്? ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്? ഇതെന്തുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തടയുന്നത്? അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്.
വനവൽക്കരണം നടത്തുക. മൃഗങ്ങളെ ജൈവായുധം ഉപയോഗിച്ച് ഇവിടുത്തെ കർഷകനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് കമ്മിറ്റിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു തീവ്രയജ്ഞ പരിപാടിയാണ് മനുഷ്യനെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്ന അജണ്ട. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം മറയൂരിൽ കൂടി വരുന്നത്. മറയൂർ ടൗണിൽ വരെ പോത്ത് വരാൻ തുടങ്ങി. കരിങ്കുട്ടി മുഴുവൻ ആന തീർന്നു, 51 ആന തീർന്നു. ആദിവാസിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ട് എത്തിച്ചത് ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഇവിടുത്തെ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിക്കും ഇവിടെയുള്ള ആളുകളെ ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കി ഇവിടെ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ? തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാർബൺ ഫണ്ട് വിനിയോഗം ഇവിടെ അതിഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണിത്. കാരണം ഈ വന്യമൃഗങ്ങളെ വിട്ടുകൊണ്ട് കൃഷികളെ നശിപ്പിക്കുക. കാരണം പുറവയിൽ, മംഗളംപാറ, കോരക്കടവ്, പെരുങ്കടവ്, 51 ഇങ്ങനെ കിടക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇന്ന് വന്യമൃഗ ശല്യം കാരണം കൃഷി ചെയ്യാൻ കർഷകൻ പറ്റാതെ കർഷകൻ കടക്കണിയിലാണ്. കർഷകൻ കടക്കണിയിൽ വരുമ്പോൾ സാധാരണക്കാരൻ എന്ത് വിചാരിക്കും? നമ്മുടെ മക്കളെങ്കിലും ഇവിടെ നിൽക്കേണ്ട, അവരെയൊക്കെ പഠിപ്പിച്ച് വല്ല വിദേശത്തേക്കോ മറ്റു നാടുകളിലേക്കോ കയറ്റിവിടാം. ഓട്ടോമാറ്റിക്കായിട്ട് അവരെല്ലാം പോകാൻ തുടങ്ങും. അന്നേരം വീടുകൾ അടഞ്ഞു കിടക്കാൻ തുടങ്ങും, മൃഗങ്ങൾ തന്നെ കയറി വരാൻ തുടങ്ങും. ഇത് കൃത്യമായ അജണ്ടയാണ്. ഇത് കുത്തക കമ്പനികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ സർക്കാർ സൈലന്റ് ആയിട്ട് ഇത് ചെയ്യുന്നതാണ് എന്ന് ഞാൻ ആരോപിച്ചാൽ അതിനെ താങ്കൾ എങ്ങനെ? 100% ഗവൺമെന്റും ചില രാഷ്ട്രീയ പാർട്ടികളും ചേർന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരന്, കാരണം ഇടുക്കിയും വയനാടും ഏറ്റവും കൂടുതൽ, നമ്മളാരും ഇവിടെ കയ്യേറ്റക്കാരൊന്നുമല്ല, നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതാ. പട്ടം താണുപുലിയുടെ കാലത്ത് ഇവിടെ കുടിയിരുത്തിയ ആളുകളാണ് ഏറ്റവും കൂടുതൽ. അവർക്ക് പട്ടയം പോലും കൊടുത്തിട്ടില്ല ഇന്ന് വരെ. എനിക്കറിയാം കോളനിയിലൊക്കെ ഇന്ന് വരെ പട്ടയം കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ട്. എന്തുകൊണ്ടാ? ഇവിടുത്തെ മനുഷ്യരല്ലേ, ഇവിടുത്തെ കർഷകരിലായിരുന്നവര്. അന്ന് അന്നം ഉണ്ടാക്കി കൊടുത്ത ഈ പറയുന്ന സാധാരണക്കാരനെ ഇവിടെ ജീവിക്കണ്ടേ, അവന്റെ മക്കൾക്ക് ജീവിക്കണ്ടേ, അവന്റെ മക്കളുടെ മക്കൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് കൃഷിയാണ്, ഞങ്ങളുടെ ഉപജീവന മാർഗം കൃഷിയാണ്. അതുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ല ആര് വന്നാലും ഞങ്ങള് ഇതിനകത്ത് ശക്തമായ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു അജണ്ട ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അങ്ങനെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും വനവൽക്കരണത്തിന് വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ ഉള്ളതാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. ഈ അജണ്ട നടപ്പിലാകാൻ തുടങ്ങിയിട്ട് 10-15 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നപ്പോഴും അതിനുശേഷം ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നതും എല്ലാം ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നാണ് പുറത്ത് പറയപ്പെടുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതിൽ സത്യമാണോ നുണയാണോ എന്നുള്ളതല്ല, അത് പിന്തുടർന്ന് വന്ന നരേന്ദ്രമോദി സർക്കാരും ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയില് സാധ്യമായ മേഖലകളെല്ലാം തന്നെ വനവൽക്കരണത്തിന് വിട്ടുകൊടുക്കണം, വനവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകണം എന്ന് ഓൾ ഇന്ത്യ ലെവലില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു 10 വർഷം മുന്നേ ഇത്രയും അധികം ആനിമൽസിന്റെ അറ്റാക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല. കേരളത്തിൽ മൊത്തം ഇപ്പൊ ടൗണുകളിൽ പോലും ആന വരുന്നു, പുലി വരുന്നു, കരടി ഇറങ്ങുന്നു എന്നുള്ള വാർത്ത എല്ലാ ദിവസവും ഒരു വാർത്തയിൽ ഒരു മൃഗം ഒരു പബ്ലിക് പ്ലേസിൽ വന്നതായിട്ട് ഇപ്പൊ റിപ്പോർട്ടുകളുണ്ട്. ഇത് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഹൈ റേഞ്ച് മേഖലകളിൽ നിന്ന്, പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിഗൂഢമായ അജണ്ടയുടെ ഭാഗമാണ്. അതിൽ ഇപ്പോ പ്രതിയായി നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സ്റ്റേറ്റ് സർക്കാരും പഞ്ചായത്തും ഒന്നുമല്ല അതിൽ പ്രതിയായിട്ട് നിൽക്കുന്നത്. അപ്പോ നിങ്ങളുടെ പാർട്ടിയല്ലേ, ഇപ്പൊ നിങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടിയല്ലേ ഈ അജണ്ടയുടെ പിന്നിലുള്ളത്? ശരി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഞാൻ പറയാം, ഒരു പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറയുന്നത് പഞ്ചായത്താണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു മനുഷ്യന്റെ ജീവന് ഹാനികരമായിട്ട് വരുന്ന ഒരു മൃഗത്തിനെ കൊല്ലുവാൻ ഓർഡർ കൊടുക്കാൻ എന്താ മടി? പഞ്ചായത്ത് പ്രസിഡന്റിന് അതിനുള്ള അധികാരം, പഞ്ചായത്ത് പ്രസിഡന്റിന് അതിനുള്ള അധികാരമില്ലെങ്കിൽ അധികാരമുണ്ട്. അധികാരമുണ്ട്. ആനയല്ല എന്ത് സാധനത്തിനെയും. ഇതാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു പ്രാദേശിക ഗവൺമെന്റിന് ഒരു DFOയെക്കാളും അധികാരമുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട കടമ ആ പ്രാദേശിക ഗവൺമെന്റിന്റെയാണ്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് കമ്മിറ്റി കൂടി തീരുമാനമെടുത്തുകൊണ്ട് പന്നിയോ ഈ പറയുന്ന മൃഗങ്ങളെയെല്ലാം തുരത്തുവാനും പന്നിയൊക്കെ കൊല്ലുവാനും
ഉള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിന് ഉണ്ട്. അത് ശുപാർശ ചെയ്യാൻ പറ്റും. ചെയ്തോട്ടെ, അത് ചെയ്യണം, നടപ്പിലാക്കണം. അവകാശം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഒരിക്കലും ഒരു പഞ്ചായത്ത് അത് നടപ്പിലാക്കണം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചുമ്മാ കുന്തം ഒഴുകിയ പോലെ ഇരിക്കാനല്ല, പ്രവർത്തിക്കാനാ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാ. ഇവിടുത്തെ മനുഷ്യന്റെ ജീവനാണ് നമ്മള് പ്രാഥമികമായിട്ട് മനുഷ്യന്റെ ജീവനാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്, ഒരു മൃഗത്തിന്റെ ജീവനല്ല. രണ്ടാമതാണ് മൃഗത്തിന്റെ ജീവൻ വില കൽപ്പിക്കേണ്ടത്. മനുഷ്യ ജീവൻ പോയിട്ട് പിന്നെ മൃഗത്തിന് എന്തിനാണ്? മനുഷ്യനാണ് വലുത്, ഭൂമിയിൽ മനുഷ്യനാണ് വലുത്, മനുഷ്യനാണ് ജീവിക്കേണ്ടത്. മനുഷ്യന് ജീവിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെ എന്തിനാ മൃഗം? അത് പഠിക്കണം. പ്രകൃതിയിൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ അവകാശം? ഇല്ല, തീർച്ചയായിട്ടും അറിവുള്ളത് മനുഷ്യനാണ്. ഈ അറിവില്ലാത്തവനെ നിർത്തലെടുത്ത്, അതുകൊണ്ടല്ലേ ഇത്ര അറിവുള്ള ആളുകൾ ഭരിക്കുന്ന ഈ പഞ്ചായത്തില് ഫെൻസിങ് തടസ്സപ്പെട്ടിട്ട് ഇന്ന് വരെ ഈ കഴിഞ്ഞ ഭരണസമിതി പോയി ചോദിക്കാത്തത്? ഈ DFOയ്ക്ക് എന്താണ് പണി? അദ്ദേഹം ഇന്ന് ആകെപ്പാടെ 7000 പേര് ഈ കേരളത്തിലുള്ള ഫോറസ്റ്റുകാർ എന്നാ കുന്തം ചെയ്യുന്ന പറയുന്നത്. ഇവിടുത്തെ മറയൂർക്കാർ മാത്രം ഇറങ്ങിയ ഇവിടുത്തെ ഫോറസ്റ്റുകാർ ഉണ്ടാവില്ല. അപ്പം ഇവിടുത്തെ മറയൂർക്കാരന് ഇവിടെ ജീവിക്കണം, ഈ ആദിവാസികൾക്ക് ഇവിടെ ജീവിക്കണം, കൃഷി ചെയ്യണം. അല്ലാതെ ഈ പറയുന്ന 5-6 ഫോറസ്റ്റുകാരെ പേടിച്ചിട്ട് നിൽക്കാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ നിന്ന് മത്സരിക്കുന്നതും ജനപ്രതിനിധിയായി വരാൻ ആഗ്രഹിക്കുന്നതും. ജനപ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റുകാർ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കും. നിങ്ങളും ജനപ്രതിനിധിയായി വന്നു കഴിയുമ്പോൾ ഇവരുടെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പ്രതികരിക്കും. ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പൊ ജനങ്ങൾക്കാണ് സംരക്ഷണം കൊടുക്കണം. അവര് പറയുന്ന പോലെ ഫെൻസിങ് എല്ലാം ഓഫ് ചെയ്തിട്ട് അല്ലെ അവരവരുടെ ഫണ്ട് മുടക്കട്ടെ. ഈ എലിഫന്റ് പ്രോജക്ട്, ടൈഗർ പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലാകെ 28,000 ആനയ്ക്കും ഈ പറയുന്ന 6,000 കടുവയ്ക്കും വേണ്ടിയിട്ട് ഈ 4,000 കോടി രൂപ മുടക്കാൻ പറ്റുമെങ്കിൽ 2,362 കോടി രൂപ ഇപ്പൊ മുടക്കി കഴിഞ്ഞു. 2,362 രൂപ കോടി മുടക്കി കഴിഞ്ഞു. അപ്പൊ ഇത് ജനങ്ങൾക്ക് ഇവിടെ എന്ത് മുടക്കി? ഈ ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾക്ക് എന്ത് മുടക്കി? ഇതിൽ 75% ആനകളും കേരളത്തിലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും കൊച്ചു കേരളത്തിൽ ഇത് താങ്ങാൻ പറ്റുമോ? എന്തേ തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ഈ ഫോറസ്റ്റുകാരുടെ അഭ്യാസം നടക്കുവോ? നടക്കത്തില്ല. അവിടെ നിന്ന് നടക്കത്തില്ല, അടികൊള്ളും. അവിടെ ആന ഇറങ്ങില്ല. അവർ കൃത്യമായ ഫെൻസിങ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി പോയി പണിയെടുക്കും. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വീട്ടിലിരുന്ന് പണിയെടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. മറയൂരിലെ ഉദ്യോഗസ്ഥന്മാര് കൃത്യനിർവഹണത്തില് കുറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് താങ്കളുടെ ഒരു നിരീക്ഷണത്തിലുണ്ടല്ലോ. അതിനു വേണ്ടിയിട്ട് താങ്കൾ എന്താണ് നാളിതുവരെ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ കൃഷി ഡിപ്പാർട്ട്മെന്റ് നോക്കാറില്ല. ഞാൻ തമിഴ്നാട്ടിൽ പോകുന്നു, അവിടെയുള്ള നല്ല കർഷകരുമായിട്ട് സംസാരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അവരുമായിട്ടാണ് ആലോചിക്കുന്നത്. കാരണം ഇവിടെയുള്ള കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനോട് പോയിട്ട് ഈ തെങ്ങിന് എന്താ ഇങ്ങനെ സംഭവിച്ചേ, ഈ കവുങ്ങിന് എന്താ ഇങ്ങനെ സംഭവിച്ചേ, ഈ വാഴയ്ക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല. ഈ എഴുതിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് വിദ്യാഭ്യാസമുള്ള ആളുകൾ അത് പഠിച്ചുകൊണ്ട് ഇവിടുത്തെ കൃഷി നടത്താനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം. അല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുടെ കൃഷി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ആവശ്യമില്ലാത്ത ഡിപ്പാർട്ട്മെന്റാ. ഇവിടുത്തെ അതിലും അറിവുള്ള ആളുകൾ ഇവിടെ വേറെ ഉണ്ട്. നിങ്ങൾ മെമ്പറായി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉദ്യോഗസ്ഥരെ, കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ മറയൂരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും കൊണ്ടുവരുവാനും അവരുമായി ചേർന്നുകൊണ്ട് ഇവിടുത്തെ കർഷകന് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുകയും ചെയ്യും. അത്യാവശ്യം നല്ല ഓർഗാനിക് പച്ചക്കറികൾ ഇവിടെ ഉത്പാദിപ്പിക്കാൻ നോക്കും. നമ്മുടെ മറയൂരില് സ്ട്രോബെറി, ആപ്പിള്, ഈ വെളുത്തുള്ളി എല്ലാം ഇവിടെ ഉണ്ടാവും. ഏലം ഉണ്ടാവും. എനിക്ക് 400 ചോട് ഏലമുള്ള മനുഷ്യനാ. അപ്പൊ എനിക്ക് കൃത്യമായിട്ടറിയാം നന്നായിട്ട് ഏലം മറയൂർ ഉണ്ടാവും. അപ്പൊ അതൊക്കെ സഹായിക്കണം. ആളുകളെ സഹായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 50 ദിവസം കൂടുമ്പോൾ കാ പറിച്ചാൽ കൈക്കത്തൊന്നുമില്ല, നല്ല എമൗണ്ട് കിട്ടുന്ന കേസാണ്. അപ്പൊ ഇത് കൃഷി ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും കൂടെ ചേർന്ന് സഹകരിച്ച് ചെയ്യണം. അതുമാതിരി തന്നെ ക്ഷീരമേഖലയെ നന്നായിട്ട് കൊണ്ടുവരണം, പഴയ രീതിയിലുള്ള കൃഷികളെ കൊണ്ടുവരണം. അപ്പൊ അതുമായിട്ട് ജനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു സമഗ്ര വികസനം നമ്മൾ ആലോചിച്ചാൽ മറയൂരിൽ നല്ലൊരു വികസനം കൊണ്ടുവരാൻ പറ്റും. മറയൂരിൽ ധാരാളം ടൂറിസ്റ്റുകളും വരും. മറയൂരിന്റെ മുഖച്ഛായ തന്നെ മാറും. ഈ നമ്മുടെ കാർഷിക മേഖലയില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു കടന്നുകയറ്റം സമീപകാലത്ത് നടന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇല എന്ന് പറയുന്ന ഒരു സെന്റർ ഇവിടെ തുടങ്ങി ആദിവാസി മേഖലകളിലുള്ള ആളുകൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത് അവിടെ തുടങ്ങിയത് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ മറവില് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം അവിടുത്തെ കാട്ടുപടവലം തന്നെയാണെങ്കിലും അത് ഇവിടെ നിന്ന് എടുത്ത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് നേരിട്ട് കൊടുക്കുന്ന, ഇതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ആളുകൾക്ക് മറയൂർ പൈസ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത്. ഈ കാട്ടുപടവലം പോലുള്ള കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ചില സാധനങ്ങള് നേരിട്ട് നമുക്ക് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല പോലുള്ള ഔഷധി പോലെയുള്ള ആയുർവേദ ഷോപ്പുകളിലേക്ക് കൊടുത്ത് ഇവര് വൻ ലാഭം ഈ പണിക്ക് പുറമെ, അതായത് ഫോറസ്റ്റിലെ ഗവൺമെന്റ് ജോലിക്ക് പുറമെ ഇവര് ചെയ്തു വരുന്നു എന്നൊരു ആക്ഷേപം ഞാൻ കേട്ടിട്ടുണ്ട്.
ഇതില് ഈ ഇലയുമായി ബന്ധപ്പെട്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ അതോ ഇവരെ വഞ്ചിച്ചുകൊണ്ടാണോ ഈ ഒരു പ്രസ്ഥാനം ഈ മറയൂരിൽ ഇപ്പൊ ഒരു ചന്ത എന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ മറയൂര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ VSS പോലെ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുടെയും സെക്രട്ടറിമാരെ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം ഇവരെന്താ കാണിക്കുന്നത്? ഇവർ ഒരു മിനിറ്റ്സ് പോലും ഇതുവരെ ഈ പറയുന്ന VSSകാരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രൈബൽ ഇതിലുള്ള കമ്മിറ്റികളിലോ ഒന്നും മിനിറ്റ്സ് പൂർത്തിയാക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് യാഥാർത്ഥ്യമാണ്. അവരെഴുതുന്നു, അവർ പോകുന്നു, എന്നിട്ട് ഇത് നടപ്പിലാക്കുന്നു. ഇത് സാധാരണ ഇങ്ങനെയുള്ള ഈ വനം സംരക്ഷണ സമിതികളെ പോലെയുള്ള ആളുകൾ, പാവപ്പെട്ട ആദിവാസികൾ, പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്നത് വളരെ മോശം പരിപാടിയാണ്. കാരണം കമ്മാളംകുടിയിലെ മുരുകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നല്ലൊരു കൃഷ്ണനാണ്. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന ആര്യവൈദ്യശാലയ്ക്കും ധന്യന്തിരിക്കും അദ്ദേഹം സ്വന്തമായിട്ട് കയറ്റി വിടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ധാരാളം കാശ് ലഭിക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്നത് എന്തോ വനത്തിനകത്ത് കൊണ്ടുപോയിട്ട് ടൂറിസ്റ്റുകളെ താമസിപ്പിക്കുക, കാശുണ്ടാക്കുക, അതുമാതിരി തന്നെ ഒരു ആവശ്യമില്ലാത്ത ഷോപ്പുകൾ ആരംഭിക്കുക. സാധാരണക്കാരൻ ചെയ്യേണ്ടത്, അതായത് ഒന്നെങ്കിൽ ആദിവാസി സമൂഹത്തിലെ അവരുടെ ഉന്നതികളിലുള്ള ആളുകൾക്ക് ഒരു ഉന്നമനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഷോപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് സമ്മതിക്കാൻ പറ്റും. പക്ഷെ ഇത് ബൾക്കായിട്ട് പോയി പർച്ചേസിങ് നടത്തി നല്ല ലാഭം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, ടൂറിസ്റ്റുകളുടെ ബിസിനസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോകുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഈ കുടികളെല്ലാം ഒരു കുടിക്ക് പോലും ഫെൻസിങ് സംവിധാനങ്ങളില്ല. അവിടുത്തെ കർഷകൻ ജീവിക്കുന്നത് അവന്റെ കഴിവ് വെച്ചാണ്, അവന്റെ ടെക്നോളജി വെച്ചാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദാര്യമോ പഞ്ചായത്തിന്റെ ഔദാര്യമോ ഇവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഔദാര്യമോ ഇല്ലാതെ ആദിവാസി സമൂഹത്തിന്റെ കഴിവ് കൊണ്ടും ഇവിടുത്തെ കർഷകന്റെ കഴിവ് കൊണ്ടും മാത്രമാണ് ഒരു ജൈവ വേലികൾ നിർമ്മിച്ചുകൊണ്ട് ഇന്ന് മറയൂർ കൃഷി ഇത്രയുമെങ്കിലും ഉണ്ടായത്. അതിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചൂഷണം ചെയ്യുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. അവിടെ നടത്തുന്ന ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ചന്തയെ കുറിച്ചിട്ടാണ് ഞാൻ പ്രധാനമായും ചോദിച്ചത്. ഇതിപ്പോ ആളുകൾക്ക് ഉപകാരമുള്ളതാണോ? ഇനി അവിടെ കൊടുത്തില്ല എങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു സമൂഹമാണ് ആദിവാസികൾ എന്ന് പറയുന്നത്. ഇനി അവർക്ക് സാറുമാര് പറയുന്നത് അതേപടി അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരും. ഇവരുടെ എല്ലാം ആരെങ്കിലും ഒരാള് ഫോറസ്റ്റിൽ വാച്ചർമാരോ മറ്റെന്തെങ്കിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരുമാണ്. അപ്പോ ഈ സാഹചര്യത്തില് അവര് ഭയപ്പെട്ടുകൊണ്ടാണ് ഇതെല്ലാം അനുസരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് തെറ്റു പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതിനകത്ത് നമുക്ക് ഈ ആദിവാസി സമൂഹത്തിന്റെ വേറൊരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കൂർക്കയാണ് അവരുടെ ഏറ്റവും വലിയൊരു കൃഷി എന്ന് പറയുന്നത്. കൂർക്കയാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത്, ചന്തയിലേക്ക് വരുന്നത്, അവരുടെ മാർക്കറ്റിലേക്ക് വരുന്നത് കൂർക്കയാണ്. കൂർക്ക എന്ന് പറയുന്നത് അവർ കൊണ്ടുവരുന്നത് ചിലപ്പം 4 ടൺ 5 ടണ്ണൊക്കെ ഒന്നിച്ചാ. പക്ഷെ ഇതൊരു ചെറുകിട വ്യാപാരിക്ക് ഇതെടുത്ത് വ്യാപാരം നടത്താൻ പറ്റാത്തൊരവസ്ഥ വരും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചായത്ത് ഒരു സാധാരണ തമിഴ്നാട്ടിലൊക്കെ എല്ലാം ഇങ്ങനത്തെ ഈ ഉഴവച്ചന്ത അങ്ങനെയുള്ള മാർക്കറ്റുകളുണ്ട്. അതിനുള്ള സംവിധാനം നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇല്ല. അങ്ങനെ ഒരു എല്ലാ ദിവസവും നടക്കുന്ന ഒരു ചന്ത എന്ന കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരൊറ്റ ദിവസം ഈ പാവങ്ങളെല്ലാം കൂടി ഇതെല്ലാം വലിച്ചു വാരി കൊണ്ടുവന്ന് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് ഉള്ള കാശും മേടിച്ചുകൊണ്ട് പോകുക എന്നുള്ള പ്രവണത മാറ്റി വെച്ചുകൊണ്ട് എല്ലാ ദിവസവും 4 ടൺ 5 ടൺ അല്ല 10 ടൺ ഇറങ്ങും എന്ന് കണ്ടാൽ ഈ പറയുന്ന നാടുകളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് വ്യാപാരികൾ വരികയും നല്ല വില ലഭിച്ചുകൊണ്ട്, അതായത് ഇത്രയും ശുദ്ധമായ പച്ചക്കറി കിട്ടുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയുമില്ല. കേരളത്തിൽ ഇത്രയും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നല്ല രുചിയുള്ള പച്ചക്കറി, വിഷാംശം കുറഞ്ഞ പച്ചക്കറി കിട്ടുന്നത് മറയൂരാണ്. അപ്പം അതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ തകരാറാണ്. അതിനാണ് മാറ്റം വരേണ്ടത്. 7ാം വാർഡിൽ നിന്ന് ജയിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നതിനെ കുറിച്ചാണ് അല്പസമയം നമ്മളോട് അവിടുത്തെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബാബു തോമസ് സംസാരിച്ചത്. ഇനി ഞാൻ ഈ ഉന്നയിച്ച വിഷയങ്ങളും വിവാദങ്ങളും പുറമെ താങ്കൾക്ക് എന്താണ് 7ാം വാർഡിലെ വോട്ടർമാരോട് താങ്കൾക്ക് പറയാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് വോട്ടർമാരോട് പറയാനുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാമസഭ കൂടുമ്പോൾ ആ ഗ്രാമസഭയിൽ ഒരു 8-10 മെമ്പർമാർ വന്നിരുന്ന് പ്രസംഗിക്കുന്നതെല്ലാം കേൾക്കാനല്ല നമ്മുടെ ഗ്രാമസഭ കൂടുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഗ്രാമസഭകളിൽ കോർഡിനേറ്റർ കൃത്യമായ രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും കിട്ടുന്ന അപേക്ഷകൾക്കും അവിടെ തന്നെ ചർച്ച ചെയ്ത് അവിടെ തന്നെ അതിന്റെ മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകുവാൻ. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ ഒരു ശാശ്വത പരിഹാരമാകും. പിന്നെ
എന്നെ സംബന്ധിച്ചിടത്തോളം 7ാം വാർഡിനെയും മറയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നല്ലൊരു കളിക്കളം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കളിക്കളം ഇല്ലാത്തതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ വൈകിട്ടാകുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് വല്ല കുട്ടിയും കോലോ അല്ലെങ്കിൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ വോളിബോളോ ഫുട്ബോളോ ക്യാരംസോ ഇതൊക്കെ കളിക്കുകയാണെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് ഫ്രീ ആയിരിക്കും, അവർ പക്കായിരിക്കും. അല്ലെങ്കിൽ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറും. അപ്പൊ അവർക്ക് ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പഠിച്ച ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും വിധത്തിൽ നല്ല ജോലികൾ മേടിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, അതെന്റെ കടമയാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കുമ്മിട്ടാങ്കുടിയിലെ ആദിവാസി യുവതി യുവാക്കൾക്ക്, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്നാൽ കഴിവത്, കാരണം ഞാനൊരു കോപ്പറേറ്റീവ് സംഘത്തിന്റെ 12 വർഷക്കാലത്തോളം പ്രസിഡന്റായിട്ടിരുന്ന അറിവും പരിചയവും ഉള്ളത് കൊണ്ടും ആ സംഘത്തിന്റെ തന്നെ ബൈലോ അമെന്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ടൂറിസം കൊണ്ടുവരാം, അവിടുത്തെ ബിസിനസ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുടുംബശ്രീ മൂലം അവർക്ക് ഓൺ ഫണ്ട് കൂടുതൽ അനുവദിച്ചുകൊണ്ട് അവരുടേതായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് വിപണിയിൽ, അപ്പൊ മുളക് പൊടി ആയിക്കോട്ടെ, ചാണകം ഉണങ്ങി പൊടിച്ചതായിക്കോട്ടെ, 1 കിലോ ചാണകത്തിനൊക്കെ നമുക്ക് 100 രൂപ വില കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ അമ്മമാർക്ക്, ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുക. പിന്നെ നമ്മുടെ 7ാം വാർഡിന്റെ ഈ കൃഷി, തീർച്ചയായിട്ടും ആ കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല രീതിയിൽ അവർക്ക് എങ്ങനെ, അതുപോലെ തന്നെ ഈ 51 വീട് കൊടുത്തിരിക്കുന്ന, 1.5 ഏക്കർ കൊടുത്തിരിക്കുന്ന അവരെ കൊണ്ട് എങ്ങനെ കൃഷി ചെയ്യിച്ച് അത് നമുക്ക് മുതൽക്കൂട്ടാക്കാം, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. അപ്പം ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ എന്റെ ചിഹ്നം കൊടയാണ്, 3ാമത്തെ ചിഹ്നമാണ് കുട. കുട ചിഹ്നത്തിൽ ബാബു തോമസ് എന്ന എനിക്ക് വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും നേരം മറയൂർ ചാനലിനോടൊപ്പം സമയം ചെലവഴിച്ച് തിരക്കൊടിച്ച വോട്ട് പിടുത്തത്തിന്റെ ഇടയിലാണ് ഇവിടെ കയറി വന്ന് നമ്മളോട് കുറച്ചു നേരം സംസാരിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും എല്ലാം നമ്മളുമായിട്ട് പങ്കുവെച്ച് ഇത്രയും സമയം വളരെ സജീവമായി തന്നെ മറയൂർ ചാനൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ട അറിവ് അവരിലേക്ക് പകർന്നു കൊടുത്ത സ്ഥാനാർത്ഥിയായിട്ടുള്ള കുതിച്ചുവയൽ വാർഡിന്റെ സ്ഥാനാർത്ഥിയായി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബാബു ചേട്ടനുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ നല്ല ഭാവുകങ്ങളും മറയൂർ ചാനലിന്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.